ഹലോ എടാ റിയാസ, നീ എവിടാ? ആ എടാ, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മുടെ വസ്തു ഒന്ന് കൊടുക്കണമായിരുന്നല്ലോ. ചേട്ടന്റെ. ആ നിന്നെ വസ്തു കച്ചവടത്തിന് പോകുന്ന നിൽക്കാണ്ടല്ലോ, പുള്ളിക്കാരനെ വിളിച്ചോണ്ടൊന്ന് കാണിക്കാവോ? നീ അറിഞ്ഞില്ലായിരുന്നോ? ചേട്ടച്ചാരി ഒരു ആക്സിഡന്റ് ആകട്ടെ കിടക്കുക. ഒരുപാട് പൈസയൊക്കെ ആയടാ. ഇനിയിപ്പോ അടുത്ത ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാശ് ഒരുപാട് വേണം. ഭയങ്കര ബുദ്ധിമുട്ടില്ല. ആ ആ ഇപ്പൊ വരാമെന്നോ? ഇപ്പൊ വരാൻ ഉപകാരമായിരിക്കും. എന്നാ നോക്കിയിട്ട് പോ. ശരിയടാ, ശരി. നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി ആകെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളോട് നിൽക്കും. പുള്ളിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ വീട്ടിൽ കിടപ്പാ. പുള്ളിയുടെ വീടും വസ്തു കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് ആകെ തീരെ നിവൃത്തിയായിട്ട് നിൽക്കുക. നമുക്ക് ആ വസ്തു ഒന്ന് പോയി കണ്ടാലോ? ഇവിടെ അടുത്ത ഇച്ചിരി അങ്ങോട്ട് പോയി, കുറച്ചങ്ങോട്ട് പോയാൽ ഒരു 2 കിലോമീറ്റർ ഒന്ന് കണ്ടിട്ട് പോട്ടെ. അതാ നമുക്ക് നോക്കാം. കാണിച്ച ഇതാ വീട്. കണ്ട അതാണ് ഈ കാണുന്ന വീട്. അങ്ങോട്ട് സൈഡ് പോയി. ഇത് 4.5 കൊടുക്കാൻ. ചേട്ടച്ചാരി ഒരു ആക്സിഡന്റ് കിട്ടായിരുന്നു. കുറച്ച് പൈസകളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാരും മറ്റുള്ളവരൊക്കെ സഹായിച്ചാ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അടുത്ത ട്രീറ്റ്മെന്റ് ഒന്നും പൈസ ഇല്ല. പുള്ളിക്ക് ഇത്രയും പെട്ടെന്ന് സർജറി വരും. ഇത് 4.5 സെന്റ് ഉണ്ട് തീർത്ത്. പുള്ളിക്ക് ഒരുത്തൻ തട്ടിയിട്ടിട്ട് പോയതാ. അവൻ എടുക്കാതെ ഇട്ടിട്ട് പോയി. അവൻ എടുത്തിട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സമയത്ത് കൊണ്ടാത്തോണ്ട് അവിടെ കിടന്നു. കുറച്ചേരം റോഡിലൊക്കെ കിടന്നു. കേസൊന്നും കൊടുത്തില്ലായിരുന്നു. കേസ് കൊടുക്കാൻ എങ്ങനെ കൊടുക്കാനാ? ക്യാമറയൊന്നും ഇല്ലാത്തടത്തുമായിരുന്നു. അതിന് നമുക്ക് അതിനുള്ള പോകാനുള്ള പോക്കോളം ആകെ പുള്ളിക്കുള്ള ഈ വീട് മാത്രമേ ഉള്ളൂ. ആരും ഇല്ല, ഒറ്റയ്ക്ക് കിടക്കും. കാണാം. പിന്നെ ചേട്ടച്ചാര നമ്മുടെ കൊല്ലോടല്ലേ, കൊല്ലോട പാലം ഇറങ്ങി വരുമ്പോ നമ്മളെ വളം അങ്ങോട്ട് തിരിയത്തില്ലേ? വളം തിരിയുമ്പോ ചെറിയ കനാലില്ലേ, ആ കനാലിന്റെ ഇപ്പുറത്ത് വെച്ചായിരുന്നു. ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പറ്റത്തില്ലായിരുന്നു. ഇതിപ്പോ നല്ല രീതിയിലാണ്. തലയോട്ടിയുടെ അവിടെ നല്ല സ്ക്രാച്ച് ഉണ്ട്. ആള് സംസാരിക്കത്തില്ല. ആളിനെ ശരിക്കും ഇതുവരെ ഓർമ്മ അങ്ങോട്ട് ഇതുവരെ വലുതായിട്ട് വന്നിട്ടില്ല. ഇല്ല ഇടിച്ച ആളാരാന്നൊന്നും ഒന്നും അറിയത്തില്ല. ഇല്ല.